വികസന കുതിപ്പിന് പുതിയ വേഗം പകരാൻ വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുൻപായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾക്കൊള്ളുന്ന വലിയ വേദി വിഴിഞ്ഞത്തെ രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. വിഴിഞ്ഞം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ്, പുതിയ കാലത്തിന്റെ വികസന മാതൃകയാണെന്നുമാണ് കമ്മീഷനെ നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത്. നാടിന്റെ പണം പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ വികസന കുതിപ്പിനൊപ്പം നിൽക്കും, ഇന്ത്യയുടെ വികസനത്തിന് അത് കാരണമാകും എന്നുള്ള തരത്തിലായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായും അദ്ദേഹം പ്രസംഗത്തിനിടയിൽ പ്രതികരിച്ചു. ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഗുജറാത്തിലുള്ളതിനേക്കാൾ വലിയ തുറമുഖമാണ് അദാനി കേരളത്തിൽ നിർമ്മിച്ചത്, ഗുജറാത്തുകാർ അദാനിയോട് അത് ചോദിക്കും എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ നേടി എന്നാണ് പറഞ്ഞത്. 5000-ലേറെ തൊഴിലവസരങ്ങൾ നേരിട്ട് ലഭ്യമാക്കും, സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, പൊതുവെ ഒരു ഉദ്ഘാടനം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ കേരളത്തിന്റെ വികസനം ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത്. മാത്രമല്ല, രാഷ്ട്രീയം കൂടി പറയുന്ന പ്രസംഗമായിരുന്നു. എങ്ങനെ നടന്നു ചടങ്ങ്? കേരളം കാത്തിരുന്ന ആ മഹാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളം ഈ മാരിടൈം വികസന രംഗത്ത് വലിയ മുന്നേറ്റം കുറിച്ചും ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഈ സമ്പത്ത് എല്ലാം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഡെന്നിസ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയം അദ്ദേഹം ഈ പ്രസംഗത്തിനിടെ പറഞ്ഞു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവുണ്ട്, ശശി തരൂരും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ചിലരുടെ ഉറക്കം കെടുത്തും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഈ കോൺഗ്രസ് ഉള്ള ഒരു പ്രതിഷേധം കൂടി കണക്കിലെടുത്തായിരിക്കണം പ്രധാനമന്ത്രി അത്തരം ഒരു പ്രസംഗം നടത്തിയത്. എന്തായാലും കേരളവും കേന്ദ്രവും ഒരുമിച്ച് പോകും എന്നുള്ള കാര്യവും പറഞ്ഞു. പക്ഷെ ഈ കൂടുതൽ ഫണ്ട് നൽകുന്ന കാര്യമോ അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ നമ്മൾ ഇത് നേടി ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ പ്രധാനമന്ത്രി ഈ എൻ വാസവനാണ് സ്വാഗതം പറഞ്ഞത് മുഖ്യമന്ത്രി. അതും അദ്ദേഹം ആയുധമാക്കുകയാണ് ഉണ്ടായത്. ഈ അദാനിയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എൻ വാസവൻ സംസാരിച്ചിരുന്നു. ഈ സ്വകാര്യ മേഖല എത്രത്തോളം ഈ വികസന രംഗത്ത് പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി തന്നെ തുറന്നു പറയുന്ന കാഴ്ചയാണ് ഈ അദാനിയെ കുറിച്ച് ഈ മന്ത്രി പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത് എന്നും ഈ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ഇത് നമ്മൾ സാധിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് തന്നെ. അത്രയധികം സംതൃപ്തി, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര വലിയ കടമ്പകൾ കടന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് വ്യക്തമായിരുന്നു. ഏത് തരത്തിലായിരിക്കും ഇതിന്റെ മറ്റ് തുടർ പ്രവർത്തനങ്ങൾ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം എങ്ങനെയായിരുന്നു? അതും നേടിയെടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പ്രധാനമായും ഇതിന്റെ ഭൂരിഭാഗം ഫണ്ടും ചിലവഴിച്ചത് അത് സംസ്ഥാന സർക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ 118 കോടിയുടെ ഒരു ഈ ഫണ്ട് മാത്രമാണ് വായ്പയായി നൽകിയത് എന്ന് അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്തു. പിന്നീട് അദാനിയുടെ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഒരു നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് പറഞ്ഞു. ഇനി ഈ വലിയ വികസന കുതിപ്പായിരിക്കും ഉണ്ടാവുക, അത് കൃത്യമായി നടത്തുമെന്ന പ്രതീക്ഷ കൂടി മുഖ്യമന്ത്രി പങ്കുവച്ചു.